ഹായ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആറോണിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ആറോണിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ ആണ്. സോ വെൽക്കം ഗോപിക. ഗോപിക ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ കോഡർ ആണ്. സോ 2018 കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 2019 ആറോണിന്റെ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അറൌണ്ട് 2 years ആറോണിന്റെ കൂടെ നിന്നതിന് ശേഷം കോഡിങ്ങിനോടുള്ള പാഷൻ കൊണ്ട് ആള് വൺ ഓഫ് ദ ലീഡിംഗ് കമ്പനീസ് ഇൻ ബാംഗ്ലൂരിൽ കോഡറായിട്ട് ജോയിൻ ചെയ്യുകയായിരുന്നു. സോ ഇപ്പൊ അറൌണ്ട് 3 years ആയിട്ട് മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഗോപികന്റെ അടുത്ത് നിന്ന് തന്നെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. താങ്ക് യു. ഞാൻ ആറോണിൽ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ടാണ് ജോയിൻ ചെയ്തത്. 2019 ഓൺവേർഡ്സ് ആണ് ഞാൻ ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ ഒരു ലീഡിംഗ് കമ്പനിയിൽ മെഡിക്കൽ കോഡറായിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം കംപ്ലീറ്റ്ലി ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വർക്കിങ്ങിന് വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഇപ്പം ഏതാണ്ട് 3 വർഷത്തോളമായി ബാംഗ്ലൂരിൽ മെഡിക്കൽ കോഡറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മെഡിക്കൽ കോഡിങ്ങിലേക്ക് എത്തിയതും എന്തൊക്കെ സ്ട്രഗിൾസ് നിങ്ങൾക്ക് കോഡറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ബേസിക്കലി ഹോമിയോ ഡോക്ടറാണ്. ആ ഒരു പ്രൊഫഷനിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ച് കേട്ടത്. അപ്പം ആ ഒരു സബ്ജക്റ്റിൽ അനാട്ടമി എനിക്ക് കുറച്ച് ഫെമിലിയർ ആയതുകൊണ്ടാണ് ഞാൻ ഈ മെഡിക്കൽ കോഡിങ്ങിൽ ഫാക്കൽറ്റി ആയിട്ട് വന്നത്. അങ്ങനെ ഫാക്കൽറ്റി ആയി ഇരിക്കുന്ന സമയത്താണ് അതിനോടൊപ്പം തന്നെ ഞാൻ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് പഠിച്ചു. എക്സാം എഴുതി ജോയിൻ ചെയ്തു. മെഡിക്കൽ കോഡിംഗ് ട്രെയിനറായിട്ട് ജോയിൻ ചെയ്തു. അപ്പം കോഡിംഗ് ട്രെയിനർ ആയിരിക്കുമ്പം എന്താണ് കോഡിംഗ് ജോബ് എന്നതിനെ പറ്റി അറിയാൻ എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മെഡിക്കൽ കോഡറായിട്ടുള്ള ജോയിൻ ചെയ്തത്. അങ്ങനെ ബാംഗ്ലൂരിൽ തന്നെ അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിൽ സെലക്റ്റായി അവിടെ ജോയിൻ ചെയ്തു. അപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്കറിയാത്തൊരു ഫീൽഡാണ് കോഡിംഗ്. എന്താണെന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മെഡിക്കലി പ്രൊഫഷൻ ആണെങ്കിലും കോഡിംഗ് ഒരു എൻറ്റയർലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ ജോയിൻ ചെയ്തു. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ നമുക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് ആ വർക്ക് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വന്ന് നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞു വരുമ്പോൾ കുഴപ്പമില്ലാതെ അത് മാനേജ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഗോപികന്റെ ഒരു കരിയർ പാത്ത് ഉണ്ടായിട്ടുള്ളത് ഈ 3 yearsൽ? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു ജൂനിയർ മെഡിക്കൽ കോഡറായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ എൻ്റെ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് അതേപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവും. പ്രൊമോഷൻ ഓരോ ഘട്ടമായിട്ട് അവർ തരാറുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് തന്നെ നമുക്ക് മെഡിക്കൽ കോഡർ സീനിയർ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. MC2 എന്നാണ് പറയുക അതിന്. അപ്പോൾ ആ ഒരു പ്രൊഫഷനിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു പുതിയതായിട്ട് ഇപ്പം ജോയിൻ ചെയ്യാൻ പോകുന്ന ഈ ഫ്രഷ് മെഡിക്കൽ കോഡേഴ്സ് ഉണ്ടല്ലോ, പുതിയതായിട്ട് കമ്പനീസിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് സജഷനാണ് കൊടുക്കാനുള്ളത്? എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം, എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ എന്താണ്? നമ്മൾ കോഴ്സ് 3 month അല്ലെങ്കിൽ 6 month എന്നുള്ള രീതിയിൽ നമ്മളൊരു എപ്പോഴും ഒരു റിലാക്സ് ജോബാണ് മെഡിക്കൽ കോഡിംഗ് കാണരുത്. അത് ആർക്കായാലും നമുക്ക് ഏതൊരു ജോബിൻ്റെ തരത്തിലായിട്ടുള്ള സ്ട്രെസ്സ്, ഏതൊരു ഫീൽഡിലും നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. അത് തന്നെ ഈ ഒരു ഫീൽഡിലും ഉണ്ടാകും. പക്ഷേ ഫസ്റ്റ് കുറച്ച് കാലം കൊണ്ട് തന്നെ അത് നമുക്ക് പറ്റില്ല എന്നുള്ള തോന്നൽ ഒഴിവാക്കണം. നമുക്ക് ഗ്രാജുവലി നമ്മൾ എല്ലാ വർഷവും ഓരോ ദിവസങ്ങളും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കും. അപ്പം നമുക്ക് ഗ്രാജുവലി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് നമുക്ക് ഈ ഒരു കരിയറിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് പറ്റും. കാരണം എൻ്റെയൊക്കെ ഗ്രോത്ത് വെച്ച് എനിക്കറിയാം. ഞാനൊരു മദറാണ്. അപ്പം വർക്ക് ലൈഫായിട്ട് ബാലൻസ് ചെയ്ത് ഞാൻ പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ പറ്റുന്നുള്ളത് ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നിരാശയിൽ പോകും ചില കുട്ടികൾ. പക്ഷെ അതൊന്നും ആവശ്യമില്ല. നമുക്ക് ഈച്ച് ആൻഡ് എവറി ഡേ നമുക്ക് ഓരോ ഡേ പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ കരിയർ. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കരിയർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ് പറഞ്ഞത്. ആരാണോ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചിട്ടുള്ളത് അവരൊക്കെ നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. സോ മെഡിക്കൽ കോഡിംഗ് ശരിക്കും ഒരു റിവാർഡിംഗ് കരിയർ ആണ്. ഇപ്പം നമുക്ക് പേ ആണെങ്കിൽ ഇൻസെന്റീവ്സ് ആണെങ്കിൽ, പക്ഷേ പലർക്കും അതിപ്പോഴും വിശ്വാസം വരുന്നില്ല. നിങ്ങൾക്ക് അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ബേസിക് സാലറി ആയിട്ട് കയറിയ ഒരാളാണ്. എനിക്കൊരു മെഡിക്കൽ പ്രൊഫഷനുണ്ട്. ഞാനൊരു ബേസിക്കലി ഒരു ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രാജുവേറ്റിനും അവിടെ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരേ പേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമുക്ക് നല്ല വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമ്മളെ കരിയർ നമ്മളെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് സാലറിയിൽ ഒരു ഹ്യൂജ് ഗ്രോത്ത് തന്നെ എൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാലറി ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വെറുതെയാണ്. എല്ലാവരുടെ പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ അതാണ് മെയിനായിട്ട് പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി. അതനുസരിച്ച് നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മളെ പ്രൊമോഷൻസ് എല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇപ്പം പുതിയതായിട്ട് പഠിക്കാൻ വിചാരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അപ്പൊ അല്ലെങ്കിൽ ഇതിന് മെഡിക്കൽ കോഡ് ഒന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണ് അതെന്ന് ഐഡിയ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. ലൈക്ക് പെട്ടെന്ന് ഒരു ഫെമിലർ ആയ വേർഡ് അല്ലല്ലോ മെഡിക്കൽ കോഡ്. അപ്പം സിമ്പിൾ ടേംസിൽ എങ്ങനെയാണ് നമുക്കത് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുക? വാട്ട് ഇസ് മെഡിക്കൽ കോഡ്? വാട്ട്സ് ദ ജോബ് ഓഫ് എ മെഡിക്കൽ കോഡ്? ഓക്കെ,
മെഡിക്കൽ കോഡിംഗ് സിമ്പിൾ പറഞ്ഞാൽ നമ്മളെ ഹെൽത്ത് ഡയഗ്നോസിസ്, അതായത് ഒരു ഫിസിഷ്യൻ്റെ ചാർട്ട്സിനെ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കോഡ്സ് ഉണ്ട്, ആ കോഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻഷുറൻസ് ആണെന്ന് നമുക്ക് പറയാം. അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ക്ലയൻറ്റിന് എമൗണ്ട് കിട്ടുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിംഗ് ആണ് ഒരു മെഡിക്കൽ കോഡർ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു തറോ മെഡിക്കൽ നോളജ്, അതേപോലെ തന്നെ സെർട്ടൺ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസിൽ നമ്മൾ വെൽ ആൻഡ് ഗുഡ് ആണെങ്കിൽ നമുക്ക് ഈസിലി ആയിട്ട് അതെന്ത് ചെയ്യാം, കോഴ്സായിട്ട് മാറ്റാൻ പറ്റും. നല്ലൊരു ഗൈഡൻസ്, അതേപോലെ തന്നെ നല്ലൊരു കോച്ചിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മെഡിക്കൽ കോഡിംഗ് ആർക്കും പഠിച്ചെടുക്കാവുന്നതാണ്. സോ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് ഈ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യോ, ആരോൺ അക്കാഡമി സജസ്റ്റ് ചെയ്യോ? എന്തായാലും തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ജോബ് എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും എല്ലാവരും ഒരു ഷോർട്ട് ടേം കോഴ്സ് പഠിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് എപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ആരോണിനെ സംബന്ധിച്ച് ഭയങ്കര ഫ്രീഡാണ് കുട്ടികൾക്ക്. എപ്പം വേണമെങ്കിലും ടീച്ചേഴ്സിനോട് അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റും. അവർക്ക് എങ്ങനെ വന്നാലും ആ ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ശ്രമിച്ചിട്ട് ആ ഒരു സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷുവറായിട്ടും ഞാൻ ആരോൺ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. Okay, so thank you, Gopika. We had a wonderful time with Gopika and she shared her experience. So thank you so much.